തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടുറോഡിൽ പോലീസുകാരന്റെയും സഹോദരന്റെയും അഴിഞ്ഞാട്ടം. മൈലക്കര ജംഗ്ഷനിലെ ചാഴക്കട ഉടമയെയും സഹോദരനെയും പിതാവിനെയും പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ രാഹുൽ നാഥ്, സഹോദരൻ ശ്രീനാഥ് എന്നിവർ പിടിയിലായിട്ടുണ്ട്. അച്ഛനെ അടിക്കുന്നുണ്ട്. അച്ഛനെ അടിച്ച് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ അടുത്ത കടയിൽ ഉടമ അടിക്കുന്നു. പിന്നെ കട അടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ എന്നെ അടിച്ചിട്ട് അവർ വീട്ടിലോട്ട് കയറി വീട് അടിച്ച് ചേർത്തു. സ്വന്തമായിട്ട് തന്നെ അവരെ അടിച്ച് ചേർത്തു. എൻ്റെ ബൈക്കിന് അടിച്ച് ചേർത്തു. പിന്നെ ഇവിടെ നിന്ന് വേറെ എൻ്റെ ചേട്ടൻ്റെ ബൈക്കിന് അടിച്ച് ചേർത്തു. അഖിൽ ചാൻസാർ തിരുവനന്തപുരത്തും ചേർന്നു. അഖിൽ ഷാ, ഈ പോലീസുകാരന്റെയും സഹോദരന്റെയും പിടിവിടാനുണ്ടായ കാരണം എന്താണ്? വിശദാംശങ്ങൾ. സുഹൈൽ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ് കാട്ടാക്കട മൈലക്കരയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ മൈലക്കര ജംഗ്ഷനിലെ ചായക്കട അടിച്ചു തകർക്കുകയും ഒപ്പം ഈ ചായക്കടയുടെ ഉടമയെയും സഹോദരനെയും പിതാവിനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഈ രണ്ടുപേരും ചേർന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ പോലീസ് ഡ്രൈവറായ രാഹുൽ നാഥ്, അതുപോലെ തന്നെ അയാളുടെ സഹോദരൻ ശ്രീനാഥ് എന്നിവർ ചേർന്നാണ് ഈ നടു റോഡിൽ ഈ ഒരു അതിക്രമം, ഈ അഴിഞ്ഞാട്ടം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇത് തടയാനെത്തിയ നാട്ടുകാരെയും ഇവർ മർദ്ദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നാട്ടുകാരുടെ ഒരു സ്കൂട്ടർ, അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളും തല്ലി തകർത്തു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഈ കടയുടമ സുധീഷിന്റെ തലയിൽ കമ്പിപ്പാര ഉപയോഗിച്ച് മർദ്ദിക്കുകയുണ്ടായി. ആ സംഭവത്തിൽ 13 തുന്നലാണ് അദ്ദേഹത്തിന്റെ തലയിൽ ഏറ്റതെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ രണ്ടുപേരും പോലീസിന്റെ പിടിയിലാണ്. ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അറിഞ്ഞഴിഞ്ഞാടുകയായിരുന്നു പോലീസുകാരനും സഹോദരനും. പരിക്ക് പറ്റിയ ആൾക്ക് 13 സ്റ്റിച്ചുകൾ ഉണ്ടെന്നാണ് അഖിൽ ചാൻസാർ റിപ്പോർട്ട് ചെയ്യുന്നത്.